സുഹൃത്തുക്കളെ, യുവകലാസാഹിതിയുടെ രാമായണ പ്രഭാഷണ പരമ്പരയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. സതീശൻ എന്നോട് പറഞ്ഞത് മാപ്പിള രാമായണത്തെപ്പറ്റി സംസാരിക്കണമെന്ന്. അത് 1 മണിക്കൂർ. ആളുകൾക്ക് ഇതെന്താ ഏതാ എന്ന് ഒരു തലയില്ല, നിശ്ചയില്ല. ഇതിപ്പോൾ രാമായണത്തെ കൊണ്ടാടുന്ന പുസ്തകമാണോ, അതിനെ പരിഹസിക്കുന്ന പുസ്തകമാണോ, അതിനെ നിന്ദിക്കുന്ന പുസ്തകമാണോ, ഇതൊരു പുസ്തകം തന്നെയാണോ, ഇതാരാ എഴുതിയത് എന്നൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, രാമായണം എന്ന് പറയുന്നതിൻ്റെ വൈവിധ്യം അനന്തമാണ്. ഓരോ നാട്ടിൽ ഓരോ കാലത്ത് ഓരോ മാതിരി എല്ലായിടത്തും. ഇപ്പോൾ പുൽപ്പള്ളി ചെന്ന് നോക്കിയാൽ സീത മറഞ്ഞുപോയ സ്ഥലം അവിടെയുണ്ട്, സീത തപസ് ചെയ്ത കാട് അവിടെയുണ്ട്, ലവകുശന്മാരിരുന്ന പാറ അവിടെയുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. ഇവിടെയാണ് ലക്ഷ്മണൻ മറ്റേ വര വരച്ചത്, ഇവിടെയാണ് ഹനുമാൻ അങ്ങനെ ചെയ്തത്, ഇവിടെയായിരുന്നു സുഗ്രീവനും രാമനും കൂടി കണ്ടുമുട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാഭാവികം. നമ്മുടെ നാട്ടിലുണ്ടായ ഒരു കഥ ഈ അളവിൽ ദേശങ്ങളെ മറികടന്ന്, ഭാഷകളെ മറികടന്ന്, മതവിശ്വാസങ്ങളെ മറികടന്ന്, എല്ലാ തരത്തിലുള്ള അതിരുകളെയും മറികടന്ന് പോയതിന് വേറെ ഉദാഹരണമല്ല. ഇപ്പോൾ ഒരു ഇറ്റാലിയൻ വൈദികൻ, അദ്ദേഹത്തിൻ്റെ പേര് പലരും കേട്ടിട്ടുണ്ടാവും, ഫാദർ കാമിൽ ബുൽക്കെ. അദ്ദേഹം 1982 മരിച്ചുപോയി. അദ്ദേഹമാണ് ലോകപ്രസിദ്ധമായ രാമകഥ എന്നുള്ള പുസ്തകം എഴുതിയത്. ആ പുസ്തകം എന്താണെന്ന് വിചാരിച്ചാൽ, ഏതൊക്കെ നാട്ടിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ കാലത്ത് രാമായണം ഉണ്ടായി എന്നാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രമാണ്, അതിൻ്റെ സ്വഭാവം വർണ്ണിക്കുക. അതിലിപ്പോൾ എഴുത്തച്ഛൻ ഒരു പാരഗ്രാഫായി കിട്ടിയത്. അപ്പോൾ ആ അളവിൽ വലിയ പുസ്തകം അത്. 1950 ആ പുസ്തകം ഉണ്ടായത്. അദ്ദേഹം ഹിന്ദിയിലാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ PhD തീസിസാണ് അത്. നമ്മുടെ പ്രസിദ്ധനായ ചലച്ചിത്ര ഗാനരചയിതാവ് അഭയദേവ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് 1978 കേരള സാഹിത്യ അക്കാദമി അച്ചടിച്ചു. വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ്. അപ്പോൾ ഇപ്പം തന്നെ പൗള റിച്ച്മാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഗവേഷക രാമായണത്തെപ്പറ്റി മാത്രമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർ മെനി രാമായണാസ്, ക്വസ്റ്റ്യനിങ് രാമായണ, സൗത്ത് ഏഷ്യൻ രാമായണാസ് എന്നൊക്കെ പറഞ്ഞ് പല പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് പല സ്രോതസ്സിലുള്ള കാര്യങ്ങൾ ശേഖരിക്കുക, അത് പരിഭാഷപ്പെടുത്തുക, അങ്ങനെ സെമിനാറുകൾ സംഘടിപ്പിക്കുക. ഇന്നിപ്പോൾ അറിയപ്പെടുന്നൊരു രാമായണ എക്സ്പേർട്ടുകളിൽ ഒരാളാണ് അമേരിക്കക്കാരി പൗള. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് അറബിയിൽ രാമായണം ഉണ്ട് എന്നുള്ളത്. കാമിൽ ബുൽക്കെ എന്ന ഗവേഷകൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ അതേ പേരുള്ള കാമിൽ കൈലാനി എന്നൊരാളാണ് അറബിയിൽ രാമായണം എഴുതിയത്. അത് 20-ാം നൂറ്റാണ്ടിലാണ്. സാഹചര്യവശാൽ രാമകഥ എന്നുള്ള ബുൽക്കയുടെ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി ഒരു പരാമർശമില്ല. ഈജിപ്തുകാരനാണ് കാമിൽ കൈലാനി. അദ്ദേഹം അനവധി കൃതികൾ മറ്റു ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 150ഓളം പുസ്തകങ്ങളുടെ കർത്താവാണ് കാമിൽ കൈലാനി. അദ്ദേഹത്തിൻ്റെയാണ് അറബി രാമായണം. അതിന് പേര് ഫി ഗാബത്തി ഷയാത്തീൻ. ആ വാക്കിൻ്റെ അർത്ഥം ചെകുത്താന്മാരുടെ കാട്ടിൽ എന്ന. കേട്ടാൽ തമാശ തോന്നും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 1985 BA-ക്ക് അത് പഠിക്കാൻ വെച്ചിരുന്നു. ഈ പുസ്തകം അറബി BA-ക്ക് അറബി രാമായണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ വെച്ചിരുന്നു. ആളത് ശ്രദ്ധിച്ചില്ല എന്നുള്ള അത്ഭുതം. അക്കാലത്ത് തന്നെ KA ഖാദർ ഫൈസി എന്നൊരു അറബി അധ്യാപകൻ
അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട്ട് അയ്യൂബി ഹൗസാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിന് പേര് ഫി ഖാബത്തി ഷയാത്തീൻ തന്നെയാണ്. ചെകുത്താന്മാരുടെ കാട്ടിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയില്ല. അതിൻ്റെ അടിയിൽ ഒരു ഉപശീർഷകമായിട്ട് ബാലരാമായണം എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു ബാലസാഹിത്യമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ കാമിൽ കൈലാനി ബാലസാഹിത്യം എഴുതുന്നതിൽ വലിയ എക്സ്പെർട്ടാണ്. ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ബാലസാഹിത്യ രചയിതാവ് അദ്ദേഹമാണെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ, ശ്രീലങ്കയിൽ, അങ്ങനെ അനവധി രാജ്യങ്ങളിലൊക്കെ രാമായണമുണ്ട്. അവിടേക്കുള്ള മുസ്ലിം സമൂഹങ്ങൾക്ക് രാമായണമുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഓർക്കാൻ വിട്ടുപോകരുത് അറബിയിലും രാമായണമുണ്ട് എന്ന്. അപ്പോൾ ഇതെന്തിനാണ്? അപ്പോൾ രാമകഥ ഒരു പ്രത്യേക മതത്തിൻ്റെയോ ഒരു പ്രത്യേക ജാതിയുടെയോ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെയോ കഥയായിട്ട് പറയുക, അത് ഒരു ഭക്തിയുടെ വിഷയം മാത്രമാണ് എന്നെടുക്കുക, അത് രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇതാണിപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം, അവിടുത്തെ ബാബരി പള്ളി, ഇതാണ് നമ്മുടെ സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണിപ്പോൾ ആയിത്തീർന്നത്. എന്തൊരു കഷ്ടം എന്നാലോചിച്ചു. ഇപ്പോൾ ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ രാമക്ഷേത്രം ഉയർത്തുകയാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ആ പൊളിച്ചു കളഞ്ഞ ഇവിടുത്തെ BJPക്കാർ അദ്വാനിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു കളഞ്ഞ ബാബരി പള്ളി പുനർനിർമ്മിക്കുകയാണ് എന്നൊക്കെ ഒന്ന് എന്തൊരു കഷ്ടമാണ്. പള്ളി പൊളിച്ചത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആളുകൾ മരിക്കാനോ കൊല്ലാനോ തയ്യാറാകുന്നത് എന്തൊരു അന്യായമാണെന്ന് ആലോചിച്ചോ. എന്തൊരു അസംബന്ധമാണ്. ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പട്ടിണിയുണ്ട്, അവർക്ക് വീടില്ല, അവർക്ക് ചികിത്സ കിട്ടുന്നില്ല, അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല. അങ്ങനെ എന്തെല്ലാം ദുരിതങ്ങളാണ് ഇന്ത്യയിൽ. ദരിദ്ര കോടികൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഇരിക്കുന്ന ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടുത്തെ ഈ 136 കോടി ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ആരാധനാലയങ്ങളാണ് എന്ന് വരുന്നത് എന്തൊരു അസംബന്ധം ആലോചിച്ചു. അപ്പോൾ നമുക്ക് രാമായണം ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇതിങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാർക്ക്, ഹിന്ദുക്കളുടെ ഇടയിലെ ഒരു വിഭാഗത്തിന് അവരുടെ ഹിന്ദുത്വ എന്ന് അവർ വിളിക്കുന്ന ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃതിയായിട്ട് മാറുക. വാൽമീകി രാമായണം എന്ന് പറയുന്നത് വാൽമീകി എന്ന് പേരായ ഒരു എഴുത്തുകാരൻ്റെ സാഹിത്യ സൃഷ്ടിയാണ്. അത് സ്റ്റോറിയാണ്, ഹിസ്റ്ററിയല്ല. നമ്മുടെ നാട്ടിലിപ്പോഴുള്ള തമാശ എന്ന് വെച്ചാൽ എന്ത് സ്റ്റോറി പറഞ്ഞാലും അത് ഹിസ്റ്ററി ആക്കാൻ പറ്റും, എന്ത് ഹിസ്റ്ററി പറഞ്ഞാലും അത് സ്റ്റോറി ആക്കാൻ പറ്റും. ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ കാര്യകാരണ ബോധം വേണം, ചരിത്രബോധം വേണം. ഇപ്പോൾ കാര്യകാരണ ബന്ധത്തെപ്പറ്റി 2500 കൊല്ലം മുമ്പ് ബുദ്ധൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പരിമിതമായ അറിവിൽ ബുദ്ധന് മുമ്പ് ആ കാര്യത്തിന് അത്രയും പ്രാധാന്യം കൊടുത്ത് ആരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആരാധനാലയത്തിൻ്റെ പേരിൽ ആളുകൾ തല്ലുകയോ കൊല്ലുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അധികാരം നേടാൻ വേണ്ടി, അത് നേടി അധികാരം നിലനിർത്താൻ വേണ്ടി. ഇപ്പോൾ 47-ന് ശേഷം ഇന്ത്യയിൽ BJP എടുത്ത ഏറ്റവും വലിയ പണി ഈ രാമക്ഷേത്രം എന്നുള്ള സാധനം മൂപ്പിക്കുക. 49-ലാണ് അവിടെ വ്യാജമായിട്ട് ഈ വിഗ്രഹങ്ങൾ ആ പള്ളിയിൽ കൊണ്ടുവച്ചത്. 1526-ലാണ് ബേബർ ഇന്ത്യയിൽ വന്നിട്ട് മുഗൾ വംശം സ്ഥാപിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി 1529. 1528-ലോ 29-ലോ ആണ്
ആ ബാബരി പള്ളി പണിതത്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാക്കിയതാണോ, അദ്ദേഹം പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈനികന്മാരും മന്ത്രിമാരും ഉണ്ടാക്കിയതാണോ, കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ആ നിന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് അമ്പലം ഉണ്ടാക്കിയത് എന്നാണ് വാദം. എനിക്ക് അറിഞ്ഞുകൂടാ, മിക്ക ചരിത്രകാരന്മാർക്കും അറിയില്ല. ഇനി അങ്ങനെയാണെന്ന് വെക്കുക. ഈ 500 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കെട്ടിടം തകർത്ത് അതിന് പുറത്ത് വേറെ ഒരു അമ്പലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ന്യായമാവുക, നീതിയാവുക? സുപ്രീം കോടതി വിധിയിൽ അവിടെ രാമവിഗ്രഹങ്ങൾ കൊണ്ടുവച്ചത് കപടമായിട്ടാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി, നമ്മുടെ നാട്ടിലെ ഏറ്റവും മഹാനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേട്ടോ, നമ്മൾ നന്ദിപൂർവ്വം ഓർക്കേണ്ടതാണ്. 17 കൊല്ലം തുടർച്ചയായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അതിൻ്റെ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് നമ്മൾ അക്കാലത്തും പിൽക്കാലത്തും അനുഭവിച്ച് ഇപ്പോഴും കുറച്ചൊക്കെ ബാക്കിയുള്ളത് അദ്ദേഹം അങ്ങനെ നാടുവാണുകൊണ്ടാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ആ ദേവാലയം മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ അല്ല, അത് ഈ രാജ്യത്തിൻ്റെ പൗരാണിക സമ്പത്താണ്, ചരിത്രത്തിൻ്റെ സമ്പത്താണ്, അതിവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ സ്വത്താണ്, അവിടേക്ക് ആരും പോണ്ട എന്ന് അദ്ദേഹം അത് പൂട്ടിയിട്ടു 49. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഒരു വിഭാഗം ഹിന്ദുക്കൾക്ക് അതിൻ്റെ ഒരു ഭാഗം തുറന്നു കൊടുത്തത്, അവരുടെ ശിലാന്യാസത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1986 കണ്ടോ. അങ്ങനൊരു തർക്കം വരുമ്പോൾ അതൊരു പക്ഷം പിടിക്കല്ല വേണ്ടത്, അത് ഗവൺമെൻറ് ചെയ്യേണ്ടത്, ചരിത്രബോധമുള്ളവർ ചെയ്യേണ്ടത് ആ സ്ട്രക്ചർ അവിടെ നിലനിർത്തുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഉർദുഗാൻ എന്ന് പറയുന്ന തുർക്കിയുടെ പ്രസിഡൻ്റ് ഇപ്പോൾ ഒരു മ്യൂസിയം പള്ളിയാക്കി മാറ്റി. നേരത്തെ അത് ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു എന്നാണ് ഞാൻ വായിച്ചത്. ഈ തരത്തിലൊക്കെ ചരിത്രത്തെ തിരുത്താൻ നടന്നാൽ എന്ത് അസംബന്ധമായിരിക്കും എന്ന് ആലോചിക്കും. ബാമിയാൻ കുന്നിൽ ബുദ്ധപ്രതിമകളുണ്ടായിരുന്നു. മുല്ല ഉമറിൻ്റെ നേതൃത്വത്തിലുള്ള താലിബാൻ ഗവൺമെൻറ് മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഡൈനാമിറ്റ് വെച്ച് അത് തകർത്തു. എന്താ ഇപ്പം ഉണ്ടായത്? ബിംബാരാധന ഹറാമാണ് എന്ന് മുസ്ലിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ്. വലിയ തമാശ. 3ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലം തൊട്ട് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ മുസ്ലിങ്ങളാണ്. അന്നൊക്കെ അതവിടെ ഉണ്ട്. കാരണം മുഹമ്മദ് നബി ജനിക്കുന്നതിൻ്റെയും അനവധി വർഷം മുമ്പ് അതവിടെ ഉണ്ട്. കാരണം 2500 കൊല്ലമായി ബുദ്ധൻ്റെ കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ 3ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തൊട്ട് ഈ കാലം വരെ അവിടുത്തെ മുസ്ലിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മുല്ല ഉമർ എന്ന് പറയുന്ന ഒരു മതഭീകരവാദി, അദ്ദേഹത്തിൻ്റെ ഒരു പൈശാചിക ഗവൺമെൻറ് വരുമ്പോൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ വിദ്യ അഭ്യസിക്കാൻ പാടില്ല, സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പൈശാചിക ഗവൺമെൻറ് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, രാമായണം എന്നുള്ളത് ഒരു സംസ്കാരത്തിൻ്റെയോ സാഹിത്യത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ഒക്കെ വിഷയം എന്നുള്ളത് മാറിയിട്ട് അതൊരു രാഷ്ട്രീയ പാഠപുസ്തകമായി തീരുകയാണ്. ഈ കഴിഞ്ഞ 50 കൊല്ലം കൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതിപ്പോൾ ദൂരദർശനിൽ രാമായണത്തിൻ്റെ സീരീസ് വരുമ്പോൾ, ഇതുപോലെ ഓരോ രാമലീല നടത്തുമ്പോൾ, രാമനവമി ആഘോഷിക്കുമ്പോൾ ഒക്കെ അതൊക്കെ രാഷ്ട്രീയമായ അധികാരമാക്കി മാറ്റാനുള്ള ഒരു വിദ്യ നടപ്പാക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന മാതിരി ക്രിസ്തുമതമെന്നോ യഹൂദമതമെന്നോ ഇസ്ലാം മതം പറയുമ്പോൾ ഒരു മതം ആയിട്ട് ഹിന്ദുമതം ഒരിക്കലും ഇല്ല. എന്താണ്? അതിനൊരു പ്രത്യേക പ്രവാചകനോ ഒരു പ്രത്യേക വിശുദ്ധ ഗ്രന്ഥമോ ഒരു പ്രത്യേക പുണ്യനഗരമോ പുണ്യസ്ഥലമോ ഒന്നുമില്ല. അതൊക്കെ ഉണ്ടാക്കുക ചെയ്തത്. അത് ഹിന്ദുമതത്തിൻ്റെ ഒരു മെക്കയാണ് അയോധ്യ എന്ന്. അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് രാമായണം എന്ന്. അതിലെ നായകനായ രാമനാണ് ദൈവത്തിൻ്റെയും അവതാരത്തിൻ്റെയൊക്കെ പ്രതിപുരുഷനായ ഒരു മാതൃകാ വ്യക്തി
എന്നും വരികയാണ്. അപ്പോൾ നമുക്കിപ്പോൾ സാഹിത്യവും സംസ്കാരവും ഒക്കെ പഠിക്കുകയും പരിചയിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഈ ഹിന്ദുത്വക്കാരുടെ ഒരു പാഠപുസ്തകമാണ്, അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ ചെയ്തോട്ടെ എന്ന് വെച്ച് ഇത് വിട്ടുകൊടുക്കാൻ വയ്യ. അതിൽ നമുക്കൊരു അവകാശമുണ്ട്. എന്താ അവകാശം? നമ്മൾ സാഹിത്യം വായിക്കുന്ന ആളുകളാണ്, നമുക്ക് സംസ്കാരത്തിൽ താല്പര്യമുണ്ട്, ചരിത്രത്തിൽ താല്പര്യമുണ്ട്, ജനാധിപത്യത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഒരു പുസ്തകം നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടരുടെ ആണ് എന്ന് അവർ പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ വയ്യ. ഇപ്പോൾ വിവേകാനന്ദനെ RSSകാർ അവകാശപ്പെടുമ്പോൾ അങ്ങനെയല്ല, RSSന് അവകാശപ്പെട്ട ഒരാളല്ല അദ്ദേഹം, അതിൽ ഞങ്ങൾക്കും ഒരു അവകാശമുണ്ട് എന്ന് പറയേണ്ട മുറയുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ മഹത്തായ മാതൃകകൾ, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ, അതൊക്കെ ഏതെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് വെച്ച് നമ്മൾ വിടാൻ പാടില്ലാത്ത മാതിരി തന്നെ ഇതങ്ങനെ വിടാൻ പാടില്ല. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലെ രാമായണത്തിൻ്റെ പല തരത്തിലുള്ള ആഖ്യാനങ്ങളെപ്പറ്റി ആണ് നമുക്ക് പറയാനുള്ളത്. ഞാനതിൽ മാപ്പിള രാമായണത്തെപ്പറ്റി പറയാമെന്നാണ് ഏറ്റത്. അതിൻ്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ പൊതുവേ ഇന്ത്യക്കാരുടെ ധാരണ അനുസരിച്ച് മുസ്ലിങ്ങളുടെ അറബി കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട 2 ഭാഷകളാണ്, ഒന്ന് പാർസി, ഒന്ന് ഉറുദു. ഇതൊരു ധാരണ എന്നുള്ളത് മുഴുവൻ ശരിയല്ല. കാരണം പാർസി മതം എന്ന് പറഞ്ഞ് സൊറാസ്ട്രർ ഉണ്ടാക്കിയ മത, അപ്പോൾ അവർ മുസ്ലിങ്ങളല്ല. അതുപോലെ ഉറുദു എന്ന് പറയുന്ന ഒരു മുസ്ലിമിൻ്റെ ഭാഷയല്ല. അപ്പോൾ പ്രേംചന്ദ് അതിൽ എഴുതിയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ അക്ബറിൻ്റെ കാലത്ത്, മഹാനായ അക്ബർ മുഗൾ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ കാലത്ത് 16ാം നൂറ്റാണ്ടിൽ അൽ ബദായൂനി ഈ രാമായണം പാർസിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ജഹാംഗീറിൻ്റെ കാലത്ത് ഗിരിധരദാസൻ എന്ന് ഒരു എഴുത്തുകാരൻ വാൽമീകി രാമായണം പാർസിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട്. ആ കാലത്ത് തന്നെ മുല്ല മസിഹ എന്നൊരു പണ്ഡിതൻ രാമായണ മസിഹി എന്നൊരു കാവ്യം രചിക്കുന്നുണ്ട്. പിന്നെ ഷാജഹാൻ്റെ കാലത്ത് രാമായണ ഫൈജി എന്നൊരു പുസ്തകം ഉണ്ടാവുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൽ രാമചരിത മാനസം പാർസിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട്, ഉറുദുവിലേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ പലതരം വെല്ലുവിളികളിൽ ഒന്ന് ഉയർത്തുന്നത് ഹിന്ദുത്വക്കാരാണ് എന്ന ഘട്ടത്തിൽ മാത്രം പറയുന്ന ഒരു കാര്യമല്ല ഇതെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ അക്ബറിന്, അല്ലെങ്കിൽ ജഹാംഗീറിന്, അല്ലെങ്കിൽ ഷാജഹാന്, അല്ലെങ്കിൽ ഷാജഹാൻ്റെ ജ്യേഷ്ഠൻ ദാരാ ഷുക്കുവിന്, ഔറംഗസീബിൻ്റെ ജ്യേഷ്ഠൻ ഷാജഹാൻ്റെ പുത്രൻ ദാരാ ഷുക്കു, അവർക്കൊന്നും ഈ രാമായണമോ മഹാഭാരതമോ ഗീതയോ ഇവിടുത്തെ വേദങ്ങളോ ഉപനിഷത്തുകളോ ഒക്കെ ഒരു പ്രത്യേക മതത്തിന് മാത്രം അവകാശപ്പെടാമെന്നൊരു തോന്നലുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്ര വസ്തുതകൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ മാപ്പിള രാമായണത്തിലേക്ക് വരാം. അപ്പോൾ 1976 ജൂലൈയിലാണ് എൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാപ്പിള രാമായണം കണ്ടെത്തി എന്നൊരു വാർത്ത കേരളത്തിലെ പത്രങ്ങളിൽ വരുന്നത്. റേഡിയോയിലൊക്കെ ഒന്ന് വലിയ വാർത്തയായിരുന്നു. പിറ്റേന്ന് തന്നെ അത് അഖിലേന്ത്യാ തലത്തിൽ ബംഗാളി, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ്, ഉറുദു പത്രങ്ങളൊക്കെ വന്നു. അതൊക്കെ അവിടേക്കുള്ള ചില സുഹൃത്തുക്കളൊക്കെ എനിക്ക് വെട്ടി അയച്ചു തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കണ്ടെത്താനിടയായ സാഹചര്യം എന്ന് ഞാൻ പറയാം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് മലയാളം MA ചെയ്തത്. അന്ന് അഴീക്കോട് മാഷാണ് ഞങ്ങളുടെ വകുപ്പ് അധ്യക്ഷൻ. MA കഴിഞ്ഞപ്പോൾ ഞാനവിടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ മാപ്പിളപ്പാട്ടുകളുടെ സാഹിത്യ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ ഗവേഷണത്തിന് ചേർന്നു. ഞാനൊരു മുഴുവൻ സമയ ഗവേഷകനാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു അധ്യാപകനുണ്ട്, KK കരുണാകരൻ മാഷ് എന്ന് പറയും, പയ്യന്നൂർക്കാരനാണ്. അദ്ദേഹം പൂരക്കളിയിൽ റിസർച്ച് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ വടകരയിൽ ഏതോ ഒരു സെമിനാർ കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ നീ മാപ്പിള രാമായണം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കേട്ടിട്ടില്ല. എന്താ അത്? ഒരാൾ അവിടെ ആ പേരിലൊരു
ഒന്ന് രണ്ട് പാട്ട് പാടി എനിക്ക് നല്ല രസമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. ആരാ അത്? അയാളുടെ പേര് നമ്പ്യാരെന്നാണ്. എന്താ അതിൻ്റെ വിശദാംശമൊന്നും എനിക്കറിയില്ല. നീ ഇത് കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. കേട്ടു. അപ്പോൾ എനിക്കത് ഭയങ്കരമായി തലയ്ക്ക് പിടിച്ചു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ്, അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഗുപ്തൻ നായർ മാഷ, അദ്ദേഹത്തോട് ചോദിച്ചു. അവിടെ പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ചാത്തനാഥ് അച്ചുണ്ണി മാഷ, അദ്ദേഹത്തോട് ചോദിച്ചു. പിന്നെ വേണുഗോപാല പണിക്കർ, ഞങ്ങളുടെ വേറെ ഒരു ഗുരുനാഥൻ. ആരും ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടില്ല. അവൻ ഞാൻ ചെന്ന് ലൈബ്രറി ചെന്നിട്ട് എല്ലാ സാഹിത്യ ചരിത്ര കൃതികളും നോക്കി. പിന്നെ രാമായണത്തെപ്പറ്റി ഉണ്ടാകാവുന്നുണ്ട്, അവിടെയൊന്നും മാപ്പിള രാമായണം എന്നൊരു വാക്കേ ഇല്ല. അപ്പോൾ എനിക്ക് ഒന്നുകൂടി അത് കൗതുകം വർദ്ധിച്ചു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ കരുണാകരൻ മാഷ് എടുത്ത് എന്നിട്ട് പറഞ്ഞു, മാഷേ ഇങ്ങനൊരു സാധനം ആർക്കും അറിയില്ല, അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഒരു പുതിയ സാധനം ആയിരിക്കാം. അപ്പോൾ മാഷ് ആ നമ്പ്യാരുടെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പ്യാരോട് എനിക്കിതൊന്നും അറിയില്ല. എനിക്കറിയുന്നൊരു കാര്യം, നമ്മുടെ CP ശിവദാസന് ഇയാളെ അറിയാം, അവർ തമ്മിൽ വലിയ ലോഹ്യം പറയുന്നത് ഞാൻ അവിടുന്ന് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ CP ശിവദാസൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം നിരൂപകനാണ്, ഞാനുമായിട്ട് സൗഹൃദമുള്ള ആളാണ്. അപ്പം ഞാൻ പിറ്റേന്ന് തന്നെ വടകര ചെന്ന് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ ശിവദാസൻ മാഷ് പറഞ്ഞു, ആ പാട്ട് പാടി എനിക്ക് ഓർമ്മയുണ്ടോ? മാറ്റൊന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല ബാക്കി കാര്യങ്ങൾ, നമ്പ്യാരുടെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. നീ പോയിട്ട് VT കുമാരൻ മാഷ് അറിയില്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയാം. എന്നാൽ VT കുമാരൻ മാഷ് എടുത്ത് പോയിട്ട് അത് ഒക്കെ ശേഖരിക്കും, മാഷൊക്കെ അറിയാം, മാഷ് നല്ലോണം അറിയുന്ന ആളാണ്, മാഷോട് കത്തും വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ VT കുമാരൻ മാഷ് എനിക്ക് നേരത്തെ അറിയാം. എന്താ കാര്യം വെച്ചാൽ ഞാൻ അന്നൊക്കെ ഈ BA പഠിക്കുമ്പോൾ തന്നെ ഈ പല സാഹിത്യ സമ്മേളനങ്ങൾക്കൊക്കെ പോയിട്ട് എഴുത്തുകാരെയൊക്കെ കണ്ട് പരിചയമായി. കുമാരൻ മാഷ് എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് ധാരണ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടും വഴിയൊക്കെ പറയുന്നു, നാദാപുരം റോഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയാൽ എന്നൊക്കെ പറഞ്ഞ് ശിവദാസൻ മാഷ് ആ വിവരമൊക്കെ പറഞ്ഞു തന്ന്. ഞാൻ ചെന്ന് കുമാരൻ മാഷ് എടുത്ത് പോയി. അപ്പോൾ എന്നെ കണ്ട പുള്ളി ആകെ അമ്പരന്ന്, എന്താടോ വലിയ സന്തോഷമായി തന്നെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഷ് ഇങ്ങനൊരു കാര്യമുണ്ടോ? കുഞ്ഞിരാമൻ നമ്പി. അപ്പോൾ പറയും TH കുഞ്ഞിരാമൻ നമ്പ്യാരെന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ഇങ്ങനെ കുറേ പാട്ടുകൾ അറിയാം, അയാൾ പാടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് അതിനൊരു പ്രാധാന്യം തോന്നുന്നുണ്ട്, അതൊക്കെ ഒന്ന് പകർത്തിയെടുക്കണം തോന്നുന്നുണ്ട്, അതൊക്കെ ഒന്ന് പുറത്തറിയിക്കണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുമാരൻ മാഷ് അപ്പം തന്നെ ഒരു കത്തെഴുത്തന്നു. അതായത് ഈ വരുന്ന കാരശ്ശേരിയാണ്, എൻ്റെ സുഹൃത്താണ്, വേണ്ട സഹായമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് മാഷ് പറഞ്ഞെന്ന വിവരമനുസരിച്ച് ഞാൻ വീണ്ടും വടകര ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് അവിടെ ചെന്ന് കുട്ടോത്ത് എന്ന സ്ഥലത്തിൻ്റെ പേര്, TH കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് ഇപ്പോൾ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ P പവിത്രൻ അനുജൻ ദിനേശൻ പുത്തലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അവരൊക്കെ അന്ന് ചെറിയ കുട്ടികളാണ്. അപ്പം ഞാൻ ചെന്ന് നമ്പ്യാരോട് ചോദിച്ചു, ഇത് കുഞ്ഞനാഥ നമ്പ്യാരുടെ വീടില്ലേ? അതെ. നമ്പ്യാർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആരാണ്? ഞാനാണ്, കയറിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കത്തിട്ടു. അപ്പോൾ നമ്പ്യാർ ചോദിച്ചു, ഇതിനെന്തിനാ കത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഇതിൻ്റെ കാര്യങ്ങൾ പുള്ളി പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മിനിറ്റ് നിൽക്കണേ, എൻ്റെ അടുത്ത് ടേപ്പ് റെക്കോർഡർ ഉണ്ട്, ഞാനിതൊന്ന് പകർത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്പ്യാർ ഇതിനൊക്കെ എന്തിനാ ടേപ്പ് റെക്കോർഡർ, ഇതൊക്കെ മനസ്സിൽ വെക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ആയിരക്കണക്കിന് പാട്ടുകൾ, പ്രത്യേകിച്ച് വടക്കൻ പാട്ടുകളൊക്കെ ഓർമ്മയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി അമ്പലങ്ങളിൽ ഇങ്ങനെ ഈ പഴയ കഥകൾ, വടക്കൻ പാട്ടുകളുടെ കഥകളൊക്കെ പാടി അർത്ഥം പറഞ്ഞ് കഥകൾ വിശദീകരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ മതിലേരിക്കന്നി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തന്നെ പകർത്തിയെടുത്താണ് പൂമാതൈ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുകളുണ്ട്. അപ്പം ഭയങ്കര ഓർമ്മശക്തിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പക്ഷേ പറഞ്ഞു, അയ്യോ എനിക്ക് അത്രയൊന്നും ഓർമ്മശക്തിയില്ല, അതുകൊണ്ട് ഞാനിത് പകർത്താമെന്ന് പറഞ്ഞു. ഞാനത് പകർത്തി. അദ്ദേഹം ഭാര്യയൊക്കെ എന്നെ വളരെ സ്വീകരിച്ച് സൽക്കരിച്ച് ചായയും പലഹാരമൊക്കെ തന്ന് യാത്രയാക്കി. അങ്ങനെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ഇത് ഈ മാഷന്മാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്ത്. അപ്പോൾ ആരും അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇത് 8-10 പാട്ടേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കി ഉണ്ടോ എന്നറിയണം, ഇതിനെപ്പറ്റി വേറെ വിവരങ്ങൾ അറിയണം. ആ വിവരങ്ങൾ അറിയണം എന്താ ചെയ്യുക?
അത് പത്രത്തിൽ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അഴീക്കോട് മാഷ് എൻ്റെ ഗൈഡാണല്ലോ, അദ്ദേഹം അന്ന് പ്രോ വൈസ് ചാൻസലറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് പാട്ട് കേൾപ്പിച്ചു കൊടുത്ത് ഗുപ്തൻ നായർ മാഷോട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതൊക്കെ ഒരു കത്ത് മേടിച്ച് ആ കത്തിൻ്റെ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് ഞാൻ തന്നെ പത്രങ്ങളിലൊക്കെ പോയി, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, അങ്ങനെ പിന്നെ റേഡിയോ സ്റ്റേഷനിൽ പോയി. അങ്ങനെ അന്ന് കോന്നിയൂർ നരേന്ദ്രനാഥാണ് ആകാശവാണി ഡയറക്ടർ കോഴിക്കോട്ട്. അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഇതിൽ 4 വരി ഞാൻ പാടണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊന്നു. പിറ്റേന്ന് ഭയങ്കര വാർത്തയായിരുന്നു. വാർത്ത എന്ന് പറഞ്ഞാൽ മാപ്പിള രാമായണം കണ്ടെത്തി എന്നുള്ളത് വലിയ പ്രശ്നമായി. അപ്പോൾ 2 ചോദ്യമാണ്. ഒന്ന്, രാമായണത്തിന് എന്തിനാ മാപ്പിളമാർ? വേറൊരു ചോദ്യം, മാപ്പിളമാർക്ക് എന്തിനാ രാമായണം? അത് വലിയ ചർച്ചയായി. പത്രങ്ങളിലൊക്കെ വലിയ ബഹളം, ലെറ്റർ ടു എഡിറ്റർ, പത്രാധിപർക്കുള്ള കത്തുകൾക്ക് വലിയ ബഹളം. അതിടയ്ക്ക് ഞാനിപ്പോൾ ഓർക്കുന്നൊരു തമാശ, തീയതി എനിക്ക് ഓർമ്മയുണ്ട്, 1976 ജൂലൈ 22-ാം തീയതിയാണ് ഈ വാർത്ത വന്നത്. പിറ്റേന്ന് തന്നെ ആനന്ദബസാർ പത്രിക തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ വന്നു പല സുഹൃത്തുക്കളൊക്കെ കത്തയക്കുകയും, അന്ന് പിന്നെ ഈ മൊബൈലൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു അഖിലേന്ത്യാ വാർത്തയായിരുന്നു. 23-ാം തീയതി നാണിയമ്മയും ലോകവും എന്നുള്ള നമ്പൂരുടെ പോക്കറ്റ് കാർട്ടൂണിലൊരു നല്ല തമാശ വന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കർക്കിടകമാണല്ലോ, അന്ന് ഇത് യാദൃശ്ചികമാണ്, കർക്കിടകത്തിലാണ് ഇത് ഉണ്ടായത്. അപ്പോൾ മാതൃഭൂമി അത് ഹെഡിങ് കൊടുത്തത്, ഒറ്റക്കോളാണ് കൊടുത്തത്, മാപ്പിള എന്ന് കഴിഞ്ഞ് രാമായണം കണ്ടെത്തി. അപ്പോൾ മാപ്പിള രാമായണം കണ്ടെത്തി എന്ന് വായിക്കാം അത്. അപ്പോൾ നാണിയമ്മ ആ ഹെഡിങ് കൊടുത്ത് താഴ്ത്ത് എഴുതിയിരിക്കുകയാണ്, കർക്കിടകല്ലേ, വായിക്കേണ്ടവർക്ക് വായിക്കാമല്ലോ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് വന്നു. പിന്നീട് അത് ഞാൻ അതിൻ്റെ കിട്ടിയിടത്തോളം പാട്ടുകൾ അന്ന് സാഹിത്യ ലോകത്തിൽ 77-ലാണ് ഞാൻ പ്രസിദ്ധീകരിച്ചു. കുറച്ച് കഴിഞ്ഞ് കേരള കവിതയുടെ ഒരു പ്രത്യേക പതിപ്പിൽ അയ്യപ്പ പണിക്കർ അത് മുഴുവൻ പുനഃപ്രകാശനം ചെയ്തു. പിന്നെ ആ ഇടയ്ക്ക് വന്ന സലാം കാരശ്ശേരി സുഹൃത്ത് സന്തോഷം കൂടി നിർമ്മിച്ച ചൂണ്ടക്കാരി എന്നുള്ള സിനിമയിൽ അതിലൊരു പാട്ട് ഉൾപ്പെടുത്തി. അങ്ങനെ അത് വലിയൊരു ഒരു സംഭവമായി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നീട് TH കുഞ്ഞിരാമൻ തമ്പുരാൻ്റെ ഒരു പുസ്തകം വന്നു, മാപ്പിള രാമായണവും മറ്റ് നാടൻ പാട്ടുകളെന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എന്നോടൊരു അവതാരി എഴുതാൻ പറഞ്ഞു. ഞാൻ മാപ്പിള രാമായണം കണ്ടെത്തിയ കിസ്സ എന്ന് പറഞ്ഞിട്ട് അവതാരിക എഴുതി. അത് മാതൃഭൂമി വാരാന്ത പുസ്തകം വരുന്നതിന് മുമ്പ് തന്നെ വന്നിരുന്നു. പിന്നീട് എൻ്റെ കുറിമാനം എന്നുള്ള പുസ്തകത്തിൻ്റെ 2-ാം പതിപ്പിൽ അനുബന്ധമായിട്ട് അത് ചേർത്തിരുന്നു, 3-ാം പതിപ്പിൽ ചേർത്തിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ജാതിയേക്കാൾ കട്ടിയുള്ള രക്തം എന്ന് പറഞ്ഞിട്ട് NBS എൻ്റെ ഒരു പുസ്തകം അടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ പുസ്തകം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അനുബന്ധമായിട്ട് ചേർത്തു. അതിൻ്റെ പുതിയ പതിപ്പ് NBS അടിച്ചിട്ടുണ്ട്. ആ പതിപ്പിലും ആ മാപ്പിള രാമായണം കണ്ടെത്തിയ കിസ്സ എന്നുള്ള ലേഖനം കൊടുത്തിട്ടുണ്ട്. അനുബന്ധമായിട്ട് മാപ്പിള രാമായണത്തിലെ വരികൾ പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൈരളി ചാനൽ അവരുടെ പട്ടുറുമാൽ എന്നുള്ള പരിപാടിയിൽ മാപ്പിള രാമായണം എന്നുള്ളൊരു പ്രത്യേക എപ്പിസോഡായിട്ട് കൊടുത്തു. അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പിന്നെ മോയിൻകുട്ടി വൈദ്യർ കലാ അക്കാദമി കൊണ്ടോട്ടി അവരിതിൻ്റെ ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ പലരും ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ മാപ്പിള രാമായണം നടിച്ചാൽ പല ആളുകൾ പാടുന്നത് വരും. ഇപ്പോൾ നമ്മുടെ സംശയ യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസർ ഡോക്ടർ KM ഭരതൻ, അദ്ദേഹത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ഇത് പാടി അവതരിപ്പിക്കുന്ന ഒരു സംഘം തന്നെ വടകര ഭാഗത്തുണ്ട്. അവ ഇന്നും വളരെ സജീവമായ ഒന്നാണ് ഈ മാപ്പിള രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിലെ കഥ? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, രാമകഥ ഇതിവൃത്തമാക്കിയിട്ട് 2 തരം സാഹിത്യമുണ്ട്. അതൊന്ന് ഭക്തി സാഹിത്യ. എന്താ അത്? അതിപ്പോൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം എന്ന് പറയുന്നതാണ്, അത് ഭക്തിയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനു മുമ്പുണ്ടായ കണ്ണശ്ശൻ്റെ രാമായണം, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായ രാമചരിതം, അതിലൊക്കെ എന്താണ്? അതൊക്കെ ഭക്തന്മാർ വായനക്കാർക്ക് ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയതാണ്. ഭക്തിയാണ് അതിലെ പ്രമേയം. വേറെ ഒന്നുണ്ട്. അതെന്താണ്? അത് രാമകഥയെ ഒരു സാഹിത്യത്തിൻ്റെ പ്രതിപാദ്യമായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ഉദാഹരണം CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത തുടങ്ങിയുള്ള രാമായണത്രയം എന്ന് പറയും. അതിൽ രാമഭക്തി ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയല്ലത്.
അപ്പോൾ നമുക്ക് സാമാന്യമായിട്ട് വിനോദത്തിന് വേണ്ടി എന്ന് പറയാം, നമുക്ക് രസിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ രസിക്കാൻ വേണ്ടി ഉള്ള ഒരു സാധനമാണ് അറബിയിലെ രാമായണം. അതിൽ ഭക്തിയൊന്നുമില്ല. അതുപോലെ നമുക്ക് രസിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു വിനോദ സാഹിത്യമാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത്. അതിൽ ഈ രാമകഥ മുഴുവനില്ല, 8-10 പാട്ടേ ഉള്ളൂ. അതിലെന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ചില കഥാരംഗങ്ങൾ മാപ്പിളപ്പാട്ടിൻ്റെ ഇശലിൽ അതിൻ്റെ ഈണത്തിൽ എഴുതിയിരിക്കുക. മാപ്പിളപ്പാട്ട് പാടും പോലെ പാടാം. പിന്നെ അതിലെ കഥാപാത്രങ്ങളൊക്കെ മുസ്ലിം പേരുകളാണ്. ഇപ്പോൾ ശൂർപ്പണഖ എന്നല്ല പേര് പറയാം, ശൂർപ്പണഖ ബീബി എന്നാണ് പറയും. ഇപ്പോൾ രാജാവ് എന്നല്ല പറയാം, സുൽത്താൻ എന്നാണ് പറയാം. ഇപ്പോൾ കല്യാണം കഴിക്കാമെന്നല്ല, നിക്കാഹ് കഴിക്കാമെന്നാണ് പറയാം. അങ്ങനെ ആ കഥാപാത്രങ്ങളെയൊക്കെ മുസ്ലിങ്ങളാക്കിയിട്ട്, അത് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചിട്ട്, മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഇശൽ ഉപയോഗിച്ചിട്ട്, ഈണം ഉപയോഗിച്ചിട്ട്, താളം ഉപയോഗിച്ചിട്ട് എഴുതിയിരിക്കുക. ഇതാണ് മാപ്പിള രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ അത് രാമനെ കളിയാക്കാനാണോ? അല്ല, ഒരിക്കലുമല്ല. രാമനെ നിന്ദിക്കാനാണോ? അല്ല. രാമനെ വന്ദിക്കാനാണോ? അല്ല. അതെന്താണ്? രാമനെ ഒരു സാഹിത്യകൃതിയിലെ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. അതിൽ പലപ്പോഴും ഒരു രാമൻ എന്നല്ല പറയാം, ലാമൻ എന്നാ പറയാം. രാ ലാ വ്യത്യാസമില്ലാത്തതാണ് എന്ന് സംസ്കൃതത്തിൽ പറയല്ലോ. രലയോ ഒരു അഭേദ, രായി ലായി ഒന്ന് തന്നെയാണ്, അഭേദാണെന്ന് പറയും. അപ്പോൾ ലാമൻ എന്ന് പറയും. അപ്പോൾ അതിലെ കഥാകഥന രീതിയൊക്കെ വളരെ തമാശയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, രാവണൻ താടി വടിക്കാനിരിക്കുന്ന ഒരു രംഗയിൽ പറഞ്ഞിട്ടുണ്ട്. രാവണൻ 10 താടി വടിപ്പിക്കുന്ന നേരത്ത്. അപ്പോൾ ദശമുഖനാണ്. ഇപ്പോൾ രാമൻ്റെ അച്ഛൻ ദശരഥനാണ്, രാമൻ്റെ ശത്രു ദശമുഖനാണ്. 10 മുഖമുണ്ട്, 10 തലയുണ്ട് ആർക്ക്? രാവണന്. അപ്പോൾ 10 തലയുള്ള രാവണൻ താടി വടിക്കാനിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. 10 താടി ഒന്നിച്ച് വടിക്കണം. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കില്ല. അതാണ് അതിൻ്റെ നർമ്മബോധം എന്ന് പറയുന്നത്. അപ്പോൾ ശൂർപ്പണഖ വന്നിട്ട് രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട്. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു ഭാര്യയുണ്ട്, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ശൂർപ്പണഖ ചോദിക്കുന്നുണ്ട്, ശരീഅത്തനുസരിച്ച് 4-5 പെണ്ണ് കെട്ടാലോ? അപ്പോൾ 4-5 വെച്ചാൽ എന്താണോ, പെണ്ണിനങ്ങനെ പാടില്ലെന്ന ശരീഅത്തിൽ നിയമെന്ന. ശരീഅത്തിൽ പറയുന്നത് ഒരു പെണ്ണിന് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകാൻ പാടില്ല. ഒരു പുരുഷന് 3-4 പെണ്ണാവാലോ. അപ്പോൾ നീ എന്നെ കെട്ടിയാൽ നിനക്ക് സീതയുള്ളതുകൊണ്ട് എന്താ, ഞാൻ 2ാമത്തെ പെണ്ണായിട്ടിരിക്കാം എന്ന്. ഇങ്ങനെ അതിൽ ഉടനീളം ഇപ്പോൾ അങ്ങനെ തമാശ ഉണ്ടാക്കാൻ പറ്റുന്ന രംഗങ്ങളാണ് അതിൽ അധികം ഉള്ളത്. അതിലിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇയാളുടെ ഹനുമാൻ്റെ പൂങ്കാവന നശീകരണമുണ്ട്. അപ്പോൾ അത് വളരെ തമാശയായിട്ട് പറയും. അപ്പോൾ കാവലിനാളില്ല പൂങ്കാവിൽ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഹനുമാൻ അതൊക്കെ നശിപ്പിച്ചതെന്ന് പറയും. അങ്ങനെ എപ്പോൾ വാരുള്ളോൻ ലൂക്ക് ചെയ്തൊന്നും നോക്കണ്ടെന്ന്. അങ്ങനെ അത് ഇവിടുത്തെ സാധാരണ മാപ്പിളമാർ സംസാരിക്കുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്ന, വാമയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ പ്രയോഗങ്ങൾ, അവരുടെ സങ്കല്പങ്ങൾ അങ്ങനെ ആയിട്ടാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭാവന, അതിൻ്റെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. ഇപ്പോൾ രാമകഥ മാപ്പിളപ്പാട്ടിന് അന്യമല്ല എന്ന് വരുമ്പോൾ അതൊരു സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറയാം. 48 ഗാന്ധി വെടികൊണ്ട് മരിച്ചു. അപ്പോൾ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് അന്നൊരു മാപ്പിളപ്പാട്ടുണ്ടായിട്ട് എന്താ അത് എന്തു ചെയ്യാം നമ്മളിൽ ആർക്കും ഭാഗ്യം ഇല്ല, നമ്മുടെ രാഷ്ട്രപിതാവാം ഗാന്ധിജി ഇന്ന് നമ്മളിലില്ല എന്ന് പറഞ്ഞാൽ PN മാലിക്കോയാണ് ആ പാട്ട് എഴുതിയത്. അപ്പോൾ ഗാന്ധി വിലാപമുണ്ട് മാപ്പിളപ്പാട്ടിൽ എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ സംസ്കൃതത്തിലെ ലീലാവതി എന്ന പേരായിട്ടൊരു ഗണിതശാസ്ത്ര ഗ്രന്ഥമുണ്ട്, അതിൻ്റെ പരിഭാഷ ഉണ്ട് മാപ്പിളപ്പാട്ടിൽ. അപ്പോൾ ഇത് ഒരു പാരസ്പര്യത്തിന് സഹായിക്കുന്ന
ഒരു ധാരണയുടെ പാലം ഇടുന്നൊരു കാര്യമാണ്. അപ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാനെ പറ്റി ഒരു മാപ്പിളപ്പാട്ടുണ്ടാവുന്നു എന്നുള്ളത് വളരെ സ്വാഭാവിക ഒരു കാര്യമായിരിക്കാം. പുലിക്കോട്ടിലായതൊരു അങ്ങനെ മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എടശ്ശേരി തൻ്റെ നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് കേളപ്പനെയാണ്. പക്ഷേ ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് എടശ്ശേരി കേരളത്തിലെ നേതാവിനെ പുകഴ്ത്തിയത് അബ്ദുറഹിമാനെ പറ്റിയാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നാണ് ആ രചനയ്ക്ക് പേര്. അത് പക്ഷേ മാപ്പിളപ്പാട്ടാണ്. എടശ്ശേരി ഒരു മാപ്പിളപ്പാട്ട് എഴുതിയുള്ളൂ, അത് അബ്ദുറഹിമാനെ പറ്റിയാണ്. അത് ഇപ്പോൾ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറെങ്കുള്ളോളെ എന്നുള്ള ഇശലിലാണ്, ആ ഈണത്തിലാണ് എഴുതിയത്. അതിൻ്റെ മുഖവരിയിൽ എടശ്ശേരി പറയുന്നുണ്ട്, സ്മര്യ പുരുഷനെ ഓർത്ത് പാടാനുള്ള രസം കൊണ്ട് എഴുതിയത് എന്നാണ്. അപ്പോൾ മർത്യമാംസം ജീവനുള്ള മർത്യമാംസം കയറ്റി മുദ്രവെച്ച വാഗണുകൾ ഓടി നിന്ന കാലം, മാപ്പിള ലഹള എന്ന മുദ്രകുത്തി നീളെ മാനുഷരെ വീർപ്പടച്ചു കൊന്നിരുന്ന കാലം എന്ന് പറഞ്ഞിട്ടാണ് അബ്ദുറഹിമാൻ്റെ ആ സ്തുതി തുടങ്ങുന്നത്. അവരൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, പാടിടട്ടെ സുസ്വതന്ത്ര കണ്ഠമുയർത്തങ്ങൾ പാടലമാം നിൻ്റെ കീർത്തി തലമുറകൾക്കായി, എങ്കിലെന്തി ഹർഷബിന്ദു തങ്കുമോ നിൻ കാതിൽ മംഗളാത്മനെ മുഹമ്മദ് അബ്ദുറഹിമാനെ എന്ന് പറയും. വളരെ ഗംഭീരമായൊരു രചനയാണ്. അപ്പോൾ അത് മാപ്പിളപ്പാട്ടിലാവുന്നു എന്നുള്ളതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ട് അന്നത് ധാരാളം സാധാരണ കവിത വായിക്കാത്തവരും കവിത പാടാത്തവരും അത് ശ്രദ്ധിക്കാത്തവരായ എത്രയോ ആളുകൾ ആ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നുള്ള ആ പാട്ട്, ആ മാപ്പിളപ്പാട്ട് പാടുകയും ഓർക്കുകയും അത് വീണ്ടും വീണ്ടും പാടുകയും ചെയ്തത് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഈണത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ഇപ്പോൾ താമരപ്പൂങ്കാവിൽ നിന്ന് വളരെ പ്രസിദ്ധമായൊരു ഇശലാണ്. അത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അത് ബഷീർ എഴുതിയാണ്. എന്താ കാരണം വെച്ചാൽ ബാല്യകാല സഖിയിൽ അതുണ്ട്. ഒരു ഗ്രാമീണ ഗായകൻ്റെ പാട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ 4-5 വരിയായി കൊടുത്തിട്ടുണ്ട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറെങ്കുള്ളോളെ പൂമുഖം കണ്ടാ മതിയോ പൂതി തീർക്കും കാലമായോ കാമിനി അടുത്തു വന്നോ കാലദോഷം വന്നുപോയോ എന്ന് പറഞ്ഞിട്ട് 44 ബാല്യകാല സഖി വരുന്നത്. 1953 KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണെന്ന നാടകം വരുന്നത്. ആ നാടകം ഇതുണ്ട്. അപ്പോൾ ഇപ്പോൾ പലരെയും ആളുകളുടെ ധാരണ ഇത് KT മുഹമ്മദ് എഴുതിയ പാട്ടാണെന്നാണ്. പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നത് ബഷീർ എഴുതിയാണ്, പിന്നൊരു ധാരണ ഉണ്ടായത് KT മുഹമ്മദ് എഴുതിയാണ്. ബാല്യകാല സഖി രണ്ടാമതെടുത്തപ്പോൾ അതിൻ്റെ പരസ്യത്തിലും കൂടി ഈ പാട്ട് KT എഴുതിയെന്ന് കൊടുത്തു എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അങ്ങനെയല്ല, അതൊരു പഴയ ഒരു നാടോടി പാട്ടാണ്. ആരെഴുതി എന്നറിയാത്തൊരു പാട്ടാണ്. അതൊക്കെ പണ്ടേ പാടുന്നതാണ്. അത് വളരെ പ്രസിദ്ധമാണ് ആ ഇശൽ. അത് എനിക്കിപ്പോൾ പാടാൻ വയ്യ, എന്നുവെച്ചാൽ അത് നീട്ടി പാടുന്ന ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ മാപ്പിള രാമായണത്തെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഇശലിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടി 4 വരി പാടാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം മാപ്പിള രാമായണത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ പാടാത്തത്. കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പോവും. അപ്പോൾ ഇന്നിപ്പോൾ അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. എന്താണ്, അത് യൂട്യൂബിൽ മാപ്പിള രാമായണം അടിച്ചാൽ അത് വരും, അല്ല അതിൻ്റെ കാസറ്റ് വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പഴയ ചോദ്യത്തിലേക്ക് വരികയാണ്, മാപ്പിളമാർക്ക് എന്തിനാ രാമായണം? മാപ്പിളമാർക്ക് രാമായണം എന്തിനാണ്? അതൊരു സാഹിത്യകൃതിയാണ്. അതിവിടുത്തെ സംസ്കാരത്തിൻ്റെ ഈടുവെപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലെ കഥ, അതിലെ ജീവിത ദർശനം, അതിലെ പാത്ര ചിത്രീകരണം, അതൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുപോലെ രാമായണത്തിന് എന്തിനാ മാപ്പിളമാരും? രാമായണത്തിന് മാപ്പിളമാരും വേണം. രാമായണത്തിന് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വേണം. എന്തിനാണ്? അത് മനുഷ്യൻ്റെ കഥയാണ്. അത് ചില ആളുകൾ, ഇപ്പോൾ വാൽമീകി തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഈ രാമനൊരു അവതാരമാണെന്ന് പറയുന്നത്. രാമൻ ഒരു ദൈവത്തിൻ്റെ അവതാരമാണ് എന്നുള്ള ഭക്തിയുടെ കഥാപാത്രമായിട്ട്, ഭക്തിയുടെ ഒരു 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 ബിംബമായിട്ട്, ഒരു ചിഹ്നമായിട്ട് ഒക്കെ വരുന്നത് എപ്പോഴാണ്? അത് അധ്യാത്മരാമായണം വരുമ്പോഴാണ്. അധ്യാത്മരാമായണം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ പ്രധാനമായിട്ട് 2 രാമായണമുണ്ട്. ഒന്ന് വാൽമീകി രാമായണം, വേറൊന്ന് അധ്യാത്മരാമായണം. അധ്യാത്മരാമായണം ആരെഴുതി എന്ന് അറിഞ്ഞുകൂടാ. അത് 14-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ ഉണ്ടായി എന്നാണ് വിശ്വാസം.
അധ്യാത്മരാമായണമാണ് ഭക്തി പ്രസ്ഥാനക്കാരെ വളരെ പ്രചോദിപ്പിച്ചത്. അവരെ ഹരം കൊള്ളിച്ചൊക്കെ അധ്യാത്മരാമായണം. എന്താ കാരണം? അതിപ്പോൾ എഴുത്തച്ഛൻ അതാണ് വിവർത്തനം ചെയ്തത്. വിവർത്തനം എന്ന് പറഞ്ഞാൽ പുനഃസൃഷ്ടി എന്നാണ് പറയേണ്ടത്. എന്താ അതിന് വ്യത്യാസം? കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തുകയല്ല. അതിൽ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കിയിട്ടും, പിന്നെ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുകളഞ്ഞും, അതിൽ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ. അതാണ് അത്. എഴുത്തച്ഛൻ ഒരു വെറും പരിഭാഷക്കാരനല്ല. അത് കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തില്ല. അദ്ദേഹം പുനഃസൃഷ്ടി നടത്തുക, അത് റീക്രിയേഷനാണ്. അപ്പോൾ അത് പക്ഷേ അത് എന്തിനു ചെയ്താണ്? അത് രാമഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭക്തി പ്രസ്ഥാനത്തെപ്പറ്റി നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, അത് ഇന്ത്യയിൽ എവിടെയും അത് സാമാന്യമായി മേൽജാതി എന്ന് സ്വയം വിളിച്ച കൂട്ടരെക്കാളധികം കീഴ്ജാതി എന്ന് നിന്ദിക്കപ്പെട്ട കൂട്ടരിൽ നിന്നാണ് അതിൻ്റെ കൃതികൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ആധ്യാത്മിക ജീവിതം, സാഹിത്യം, കല, സംസ്കാരം ഇതൊക്കെ ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ കടന്നു വരുന്ന, അവർ അത് വന്ന് കയ്യേൽക്കുന്ന, അതിലേക്ക് കുതിച്ചെത്തുന്ന, അത് കൈയടക്കുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒറ്റ ഉദാഹരണം പറയാം. ചക്കാല നായർ എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിൽ ജനിച്ച ആളാണ് എഴുത്തച്ഛൻ എന്നാണ് വിശ്വാസം. നായർ എന്ന് പറഞ്ഞാൽ ശൂദ്രനാ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ 1905 വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്താൻ തുടങ്ങുന്നു. ആര്? നമ്മുടെ വള്ളത്തോൾ. വള്ളത്തോൾ എന്ന് പറഞ്ഞാൽ അധികകാലവും 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. 1958 വള്ളത്തോൾ മരിച്ചുപോയത്. 1958 വള്ളത്തോൾ അത് പരിഭാഷപ്പെടുത്തി 2 കൊല്ലം കൊണ്ട് അത് പൂർത്തിയായപ്പോൾ, അപ്പോൾ അധികാരമില്ലാത്തതൊരു ശൂദ്രൻ ചെയ്തു എന്നാണ് ആളുകൾ അമ്പരന്നത്. അദ്ദേഹത്തിന് ബാധിര്യം വന്നു, ചെടുക കഥയായി. അതിനെപ്പറ്റി അദ്ദേഹത്തിന് ഒരു കാവ്യമുണ്ട്, ബധിരവിലാപം. അപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചത് ഈ ശൂദ്രനായ വള്ളത്തോൾ, നായർ ശൂദ്രനാണ് അന്ന്. അപ്പോൾ ശൂദ്രനായ വള്ളത്തോൾ തനിക്ക് അധികാരമില്ലാത്ത ഒരു ദിവ്യഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയ വകയിലാണ് അദ്ദേഹത്തിന് ബാധിര്യം വന്നുപോയത്. സരസ്വതിയുടെ ശാപമാണ് എന്നാണ് ആളുകൾ വിചാരിച്ചത്. വള്ളത്തോൾ പക്ഷേ വിട്ടുകൊടുത്തില്ല. ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം വേദം തന്നെ പരിഭാഷപ്പെടുത്തും, ഋഗ്വേദം പരിഭാഷപ്പെടുത്തും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് രാമായണം എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണന്മാരുടെ, സമ്പന്നന്മാരുടെ, തമ്പുരാക്കന്മാരുടെ ഒരു മുതലാണ് എന്നാണ് വിചാരിച്ചത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കൃതിയാണ് അധ്യാത്മരാമായണം. അത് ഇവിടുത്തെ ബ്രാഹ്മണന്മാരുടെ വീടുകളിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? അതൊരു ശൂദ്രൻ രചിച്ചതാണ്. അവർക്ക് വാൽമീകി രാമായണമുണ്ട്, അല്ലെങ്കിൽ അധ്യാത്മരാമായണം സംസ്കൃതമുണ്ട്. ഈ ശൂദ്രനായ, ജാതിയിൽ താഴെ എന്ന് വെച്ചിട്ടുള്ള കുലത്തിൽ പിറന്ന വള്ളത്തോളിൻ്റെ കൃതി അവർക്ക് വേണ്ട. ആലോചിച്ചു. അപ്പോൾ അല്ല, വള്ളത്തോളിൻ്റെ അല്ല, സോറി, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. എഴുത്തച്ഛൻ്റെ കൃതി വേണ്ടാൻ. എഴുത്തച്ഛൻ്റെ കൃതി വേണ്ടാൻ. വള്ളത്തോൾ സാറില്ല, എഴുത്തച്ഛൻ്റെ കൃതി വേണ്ടാൻ. വള്ളത്തോളാകുമ്പോഴേക്കും പിന്നെ ജനാധിപത്യവും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അതായത് ഇത്തരം അറിവുകളൊക്കെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ള ഒരു പണിയും കൂടിയാണ് വള്ളത്തോൾ എടുത്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, രാമായണം പറയാനും കേൾക്കാനും അധികാരമാർക്കാണ്? അത് സമ്പന്നനും സവർണനും മാത്രമേ ഉള്ളൂ, തമ്പുരാനും നമ്പൂതിരിക്ക് മാത്രമേ ഉള്ളൂ, ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമേ അധികാരമുള്ളൂ എന്ന ഒരു സ്ഥിതി എത്രയോ നൂറ്റാണ്ട് കാലം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാപ്പിള രാമായണം ഉണ്ടായത് ഏത് കാലത്താണ് എന്നൊരു ചോദ്യമുണ്ട്. അത് അത്ര വലിയ പഴക്കമുണ്ട് എന്ന ആ ഭാഷ കണ്ടാൽ തോന്നില്ല. നമുക്ക് സാമാന്യമായി അർത്ഥം മനസ്സിലാവാത്ത വാക്കുകൾ, ഇപ്പോൾ ശനമ്പ് എന്നൊരു വാക്കുണ്ട്. ശനമ്പ് എന്നാൽ കുറച്ച് നടത്തം, വടകര ഭാഗത്ത് ഇപ്പോഴും ഉപയോഗത്തിലുള്ള വാക്കാണ്. പിന്നെ അതിലെ പ്രധാനപ്പെട്ട ഒരു വാക്ക് സുൽത്താൻ എന്നാണ്. ആ വാക്ക് ഇവിടെ പ്രചാരത്തിൽ വന്നത് ടിപ്പു സുൽത്താൻ്റെ വരവിന് ശേഷം ആയിരിക്കണം.
അപ്പോൾ ടിപ്പു സുൽത്താനും അവർ ഇവിടെയൊക്കെ വരുന്നത് 1766 മൈസൂർ രാജാക്കന്മാർ മലബാർ ആക്രമിക്കുന്നത്. 1792 മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് തോറ്റ് ടിപ്പു മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. 1792 ടിപ്പുവിൻ്റെ കാലം ഇവിടെ മലബാറിൽ അവസാനിച്ചു. താരതമ്യേന പുതിയൊരു കൃതിയായിട്ടാണ്. അത് ആരെഴുതി എന്ന് അറിഞ്ഞുകൂടാ. അത് നാടോടിയായിട്ട് പ്രചരിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇത് അറിയാമോ എന്ന് അന്വേഷിച്ചിട്ട് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. നമ്പ്യാർ പാടിക്കേട്ടാണ് വേറെ പലരും പാടിയിരുന്നത്. അപ്പോൾ മാപ്പിള രാമായണത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബൈബിളിനെ പറ്റിയാണെങ്കിലും ഖുറാനെ പറ്റിയാണെങ്കിലും ഗീതയെ പറ്റിയാണെങ്കിലും ഭാരതത്തെ പറ്റിയാണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കേണ്ടത് സാഹിത്യത്തിലും സംസ്കാരത്തിലും ജനാധിപത്യത്തിലൊക്കെ വിശ്വാസമുള്ള ആൾ എടുക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണെന്നല്ല, അത് എല്ലാവരുടേതുമാണ്. നമ്പ്യാരിലൂടെയും മറ്റും ജനങ്ങൾ ഹൃദിസ്ഥമാക്കിയിട്ടുള്ളതും സാഹിത്യലോകം മാസികയിൽ പ്രസിദ്ധം ചെയ്തതുമായ മാപ്പിള രാമായണത്തിലെ തെരഞ്ഞെടുത്ത ചില വരികളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദശരഥൻ 3 പെണ്ണ് കെട്ടിയ പാട്ട്, അമ്മി കുമ്മായം പൊടിഞ്ഞും മക്കളില്ല പാട്ട്. പായസം കൂടിച്ച് 3 4 പെറ്റ പാട്ട്, 4ലും മുമ്പായലാമൻ ദേലി കൂട്ടും പാട്ട്. പായസം കൂടിച്ച് 3 4 പെറ്റ പാട്ട്, 4ലും മുമ്പായലാമൻ ദേലി കൂട്ടും പാട്ട്. പെറ്റിയോക്ക് വരം കൊടുത്ത് സുയിപ്പിലായ പാട്ട്, ലങ്കവാണോൻ 10 മൂക്കൻ ഹലാക്കിലായ പാട്ട്. പെറ്റിയോക്ക് വരം കൊടുത്ത് സുയിപ്പിലായ പാട്ട്, ലങ്കവാണോൻ 10 മൂക്കൻ ഹലാക്കിലായ പാട്ട്. ശൂർപ്പണഖ ചമയങ്ങൾ അണിഞ്ഞൊരുങ്ങി വരുന്നതിന്റെ വർണ്ണനയിൽ നിന്ന് ഏതാനും വരികൾ. കുന്നും മലയും കേറിക്കീഞ്ഞ് ശനമ്പുലരേക്കം വന്നൊരു സുന്ദരിലാവണന്റെ പെങ്ങളും. കുന്നും മലയും പൊന്നുപെരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറേ, പൊന്നും പൊമ്മണി കമ്മണി ബീവി ശൂർപ്പണഖ. പൊന്നുപെരുത്തൊരു കാലക്കേടിനലാക്കിന് സുൽത്താൻ മയ്യത്തായി, ശീലം കെട്ടോക്കിന്നും വേണം മാപ്പിളയൊന്ന്. കാലക്കേടിന്
രാവണ ആങ്ങള ലാശാവോട് സംഗതി ചൊല്ലി പെങ്ങൾ കണ്ട സമ്മതമാണെന്നവരും ചൊല്ലി ആങ്ങള രാവണ ഒറ്റക്കൊറ്റ വെളുത്തു നരച്ച തലയിലെ ലോമം കട്ടക്കരിയും തേനും ചേർത്ത് കറപ്പിക്കുന്ന ഒറ്റക്കൊറ്റ മറ്റേ വീട്ടിലെ പാത്തുമ്മാന തേടി വരുത്തി ഒത്തൊരു കൂലി പറഞ്ഞ് തലയോ മുപ്പിൽ കൂട്ടി മറ്റേ വീട്ടിലെ വട്ടക്കിണറ് കണക്ക് കുടിഞ്ഞ വട്ടക്കണ്ണ് ചുറ്റിലും വഞ്ചനമിട്ട് നല്ലൊരു കൽത്തറ കേട്ടി പണ്ടേ മൂത്ത് മയ്യത്തായ മൂത്തുമ്മാന്റെ കുണ്ടാമണ്ടി പെട്ടി തുറന്ന് പൊന്ന് വാരി പണ്ടേ മൂത്ത് കാതിനപ്പുറം ഇപ്പുറം ഒന്ന് മുക്കിത്തേച്ച് കാതിലെ കൊമ്പൻ തോടയിട്ട് കാതൊന്നാട്ടി കാതിനപ്പുറം ശ്രീരാമന്റെ സൗന്ദര്യത്തിൽ മോഹിതയായ ശൂർപ്പണഖ രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. പൂവ് വെച്ച് തോല് കൊണ്ട് തട്ടുടുക്ക നല്ലൊരാണാൻ രാമനെ നോക്കി പൂതി വന്ന് പൂവ് വെച്ച് പുന്നാരപ്പൂവും ബീവി ശൂർപ്പണഖ കിന്നാര കണ്ണിച്ചി ഓതി രാമനോട് പുന്നാരപ്പൂ ആരായിങ്ങള് ബാലികാര പേരെന്താടോ കൂടെ കാണുന്നാര പെണ്ണ് വീരരാണോ ആരായിങ്ങള് മക്കളില്ലേ കൂടെ വരും മക്കളില്ലേ കൊക്കും പൂവും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ ഞാനൂലാമൻ വീടര് സീത പെറ്റിട്ടില്ല കൂടെ അനുശൻ കൂട്ടിന് ലക്ഷ്മണൻ അരികത്തുണ്ട് ഞാനൂലാമൻ ബാപ്പാനാട് കോസലനാട് കുസലടി നാട് കാരണമുണ്ടി കാട്ടിൽ വന്നത് നീയാരും ബാപ്പാനാട് അശോകവനികയിൽ തടവുകാരിയായി കഴിയുന്ന സീതാദേവിയോട് രാവണൻ നടത്തുന്ന പ്രണയാഭ്യർത്ഥന. ലാമ 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 ലങ്കയിൽ കൊണ്ടാശി ചെത്തിര നാള
സീതാന്വേഷണത്തിനായി പുറപ്പെട്ട ഹനുമാൻ ലങ്കാനഗരിയിൽ എത്തിച്ചേരുന്നതിന്റെ വർണ്ണന. കരിങ്കാലല്ലാവണൻ പത്ത് താടി പഠിപ്പിക്കും നേരത്ത് കാലുള്ളാലും മനുലങ്കയിൽ ചാടി ചേലുള്ള കൊമ്പത്ത് കൂടുന്നു. കാവലുള്ള ആളുകൾ ഓടിയെത്തുന്നു കാണുമ്പോ വക്കാണം കൂട്ടുന്നു. കട്ടമുട്ടി വടി പോലെ കുന്തവും കിട്ടുന്ന ചാട്ടുന്നു. മേലെ പോയി വീണിട്ടടി വാലുള്ള നൂക്കേതും നോക്കണ്ട. കയ്യും കാലില്ല കണ്ണും മൂക്കില്ല കാവലിനാളില്ല പൂങ്കാവിൽ. ചിത്തത്തെ എന്ന് ചാടുന്ന തത്തമ്മ പൂങ്കാവിലെത്തുന്നു. പൊന്നും മലർക്കനി സീതയെ കാണുന്നു. മിന്നും